ഒക്ടോബർ 7-ന് പിടികൂടിയ 4 ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് കൈമാറി. 600ഓളം പലസ്തീൻ യുദ്ധ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കാൻ ആരംഭിച്ചതോടെയാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. രോഹിണി, തീർച്ചയായും ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത് അല്പസമയം മുമ്പാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. ഇന്നലെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഏതാണ്ട് രാത്രിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ കയ്യിലെത്തിയിട്ട് ഏതാണ്ട് മണിക്കൂറുകളെ ആകുന്നുള്ളൂ. അത് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആശയക്കുഴപ്പങ്ങൾ നേരത്തെ ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്ന കൃത്യമായ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഷിറി ബിബാസിൻ്റെ മൃതദേഹം എന്ന് കരുതി ഏറ്റെടുത്ത മൃതദേഹം മറ്റൊരാളുടേതായിരുന്നു. പിന്നീട് വീണ്ടും യഥാർത്ഥ മൃതദേഹം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ ഈ മൃതദേഹങ്ങളുടെ കൃത്യമായ പരിശോധന, അവരുടെ ബന്ധുക്കളെ കൊണ്ട് പ്രാഥമികമായ പരിശോധന നോക്കുകയും അതിനുശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങിയതിന് ശേഷം മാത്രമാണ് മൃതദേഹങ്ങൾ ഏതെന്ന് കൃത്യമായി നിഗമനത്തിലെത്തുന്നതിനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നത്. അത്തരം പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇത് സംബന്ധിച്ച അന്തിമമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് കൈമാറിയെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി ഈ പേരുകളും കൊടുത്തയച്ച പട്ടികകളിലും വലിയ തെറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഒരു വലിയ സങ്കീർണാവസ്ഥയിലേക്ക് ഇത് പോകാതിരിക്കാനുള്ളൊരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ളൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള അടിസ്ഥാന കാരണം തന്നെ നേരത്തെ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ശനിയാഴ്ച മോചിപ്പിക്കുന്ന ബന്ദികളോടൊപ്പം തന്നെ പാലസ്തീൻ യുദ്ധ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. 602ഓളം പേരെ മോചിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇവരുടെ മോചനം കാലതാമസം വരുത്തുന്നതിനുള്ളൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും തുടർന്ന് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും അതുപോലെ മറ്റ് സംവിധാനങ്ങൾ, അതായത് നേരത്തെ ഇതിനു മുൻപ് 2014 മുതൽ ബന്ദികളായി കഴിയുന്ന നിരവധി പേരുണ്ട്. അവരുടെ എല്ലാം തന്നെ എന്താണ് അവസ്ഥ എന്ന് കൃത്യമായി അറിയുന്ന 60ഓളം പേര് അത്തരത്തിലുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ച് എന്താണ് അവരുടെ നിലവിലെ അവസ്ഥ എന്നത് സംബന്ധിച്ച കൃത്യമായൊരു മറുപടി വേണമെന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. അത്തരം നീക്കങ്ങൾ കൃത്യമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരിച്ച് നൽകിയതും അതുപോലെ തന്നെ ഈ പാലസ്തീൻ യുദ്ധ തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഒരു ഘട്ടം കുറച്ച് ബന്ദികളെ ആദ്യഘട്ടം പാലസ്തീൻ യുദ്ധ തടവുകാരുടെ മോചനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആ പ്രശ്നം സാങ്കേതികമായി ഇന്ന് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് റെഡ് ക്രോസ് നേരത്തെ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ മൃതദേഹം കൈമാറുന്നത് ആഘോഷമാക്കി മാറ്റുന്ന പരേഡൊക്കെ നടത്തി മൃതദേഹം കൈമാറുന്ന ഹമാസിൻ്റെ നീക്കത്തെ അംഗീകരിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ മൃതദേഹങ്ങൾ കൈമാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ നടപടി ഇനിയും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്.